ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി. അപ്പം 3 സന്ധികൾ നമ്മൾ പരിചയപ്പെട്ടു. ഏകദേശം നമുക്കത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാവും. ഇതിനോട് ഒരു സന്ധി കൂടി ബാക്കി കിടക്കുകയാണ്, ദ്വിത്വസന്ധി. ദ്വിത്വസന്ധി എന്നുള്ളത് മലയാളം പഠിക്കുന്ന കുട്ടികൾ ഈ സന്ധി നിർണ്ണയത്തിൽ ഏറ്റവും എളുപ്പമുള്ളൊരു സന്ധിയായിട്ടാണ് പറയുക ദ്വിത്വസന്ധി എന്നുള്ളത്. ദ്വിത്വസന്ധി, ആഗമസന്ധി, ലോപസന്ധി, ആദേശം പഠിക്കുന്ന കുട്ടികളിൽ ആൾക്കാർ ആരായാലും ആദേശമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസം തോന്നും. അപ്പം ദ്വിത്വസന്ധി പഠിക്കുമ്പോഴേക്കും നമുക്കൊരു സമാധാനമാണ്. ദ്വിത്വസന്ധി, ദ്വിത്വം എന്നുള്ള പദം നമുക്കറിയാം. എന്താണ് ദ്വിത്വം എന്നുള്ളതിൻ്റെ അർത്ഥം? ദ്വിത്വം എന്ന് പറയാണ്. ദ്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വയം എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ ഇരട്ട എന്നൊക്കെ പഠിക്കില്ലേ? അതുപോലെ തന്നെ ദ്വിത്വം എന്ന് പറഞ്ഞാലും ഇരട്ട അല്ലെങ്കിൽ ഇരട്ടിപ്പ് എന്നാണ്. ഇരട്ടിപ്പ്. അപ്പം എന്തോ ഒന്ന് ഇരട്ടിക്കുകയാണ്. മറ്റിടത്തൊക്കെ ലോപത്തിൽ ഒന്ന് പോയി, ആഗമത്തിൽ എന്ത് വന്നു? ഒന്ന് വന്നു. ആദേശത്തിൽ പല വർണ്ണങ്ങളും പോവുകയും വരികയും ചെയ്യുന്നു. ഒന്ന് പോയി ഒന്ന് വരുന്നുണ്ട്. എന്നാൽ ഇതിലൊക്കെ ഒരു പദം പോയിട്ട് വേറൊരു പദമാണ് ആദേശത്തിൽ വരുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദ്വിത്വവും ആദേശവും കൂടി നമ്മളോട് മാറിപ്പോകാൻ പാടില്ല. ആദേശത്തിൽ സംഭവിച്ചത് എന്താണ്? ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണമാണ് വരിക. ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം. എന്നാൽ ലോപത്തിൽ ഒരു വർണ്ണം അങ്ങ് പോവുകയാണ്, ആഗമത്തിൽ ഒരു വർണ്ണം വരികയാണ്. എന്നാൽ ദ്വിത്വസന്ധിയിൽ ഇരട്ടിപ്പാണ് സംഗതി. നിങ്ങൾ മലയാളത്തിൽ നമ്മൾ അക്ഷരമാലകളൊക്കെ പഠിച്ചവരാണ്. കാക്ക, ഗംഗ, ചാച്ചാജയൊക്കെ പഠിക്കുമ്പോൾ ഇരട്ടിപ്പ് ഒന്നൊന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ പദം നമ്മൾ ഏകദേശം ഞാൻ പറയാം. അപ്പോൾ കായുടെ ഇരട്ടിപ്പാണ് ക, ച, ച, ട, ട, ത, ത, പ, പ. ഇത് മാത്രമല്ല, മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും ഇങ്ങനെ ഇരട്ടിപ്പായിട്ട്. നിങ്ങൾ ഇരട്ടിപ്പും നമ്മളുടെ കരം അധികര വർഗ്ഗങ്ങളുമായിട്ട് മാറിപ്പോകാൻ പാടില്ല. കരം, അധികരം, മൃദു, ഘോഷം എന്ന് പറഞ്ഞിട്ട് അക്ഷരങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. ക, ക, ഖ, ഗ, ഘ, ങ. അത് ഓരോന്നാണ്. കരം, അധികരം, മൃദു, ഘോഷം, അനുനാസികമാണ്. അതൊന്ന് വെറുതെ പറഞ്ഞു പോവാം. അപ്പം നമ്മൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തൽ മാത്രമാണ്. ക, ഖ, ഗ, ഘ, ങ. നമ്മൾ ഈ അക്ഷരങ്ങളിൽ ഇത് ഖരാക്ഷരമാണ്, ഇത് അധികരാക്ഷരം ആണ്, ഇത് മൃദു അക്ഷരമാണ്, ഇത് ഘോഷാക്ഷരമാണ്, ഇത് അനുനാസികാക്ഷരമാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയും ഇരട്ടിപ്പ്. ഇപ്പം ഇരട്ടിക്കുന്നത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക എന്ന് പറയുമ്പോൾ ഇതാണോ എന്ന് സംശയിക്കാൻ പാടില്ല. അതാണ് സംഭവം. കായുടെ ഇരട്ടിപ്പാണ്, അതായത് ഒരക്ഷരത്തിൻ്റെ ഇരട്ടിപ്പ്. അതൊന്നുകൂടി ക പ്ലസ് കായാണ് ക ഇരട്ടിക്കാണ് ചെയ്യുന്നത്. ക ഇരട്ടിക്കുക, ക പ്ലസ് അല്ലേ? നമ്മൾ 2 കായില്ലേ ഇവിടെ? 2 ക, 2 ച, 2 ട. അപ്പോൾ ഒരക്ഷരം ഇരട്ടിച്ച് വരിക. അപ്പോൾ ഒന്ന് ഇരട്ടിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ഇത് സംഭവിക്കുക, അതായത് ഇരട്ടിപ്പാണ്. ഇരട്ടിച്ച അക്ഷരങ്ങൾ നമുക്കറിയാം, ഓർമ്മ ഉണ്ടാകണം മനസ്സിൽ. ക, ച, ട, ത, പ, യ, മ, ന. ഇതൊക്കെ ഇരട്ടിപ്പിച്ച അക്ഷരങ്ങൾ. ആ അക്ഷരം തന്നെ ഇരട്ടിക്കുക, അല്ലാണ്ട് വേറൊരു അക്ഷരം ഇങ്ങോട്ട് വരുന്നില്ല. അതേ അക്ഷരം, അതേ വ്യഞ്ജനാക്ഷരം തന്നെ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അക്ഷരം തന്നെ ഇരട്ടിക്കുന്നു. അത് ഓർമ്മിച്ച് വെക്കുക. എന്നിട്ട് ദ്വിത്വസന്ധിയിലേക്ക് 2 വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2 വർണ്ണങ്ങൾക്ക് തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനാണ് എന്ത് പറയുക? ദ്വിത്വസന്ധി എന്ന് പറയുക. ഒരു വർണ്ണം ഇരട്ടിക്കുന്നു, അതായത് 2 വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന പ്രക്രിയ, അതൊരു മാറ്റമുണ്ട്. ഓരോ 3ഉം നമ്മൾ പരിചയപ്പെട്ടു വിടാം. അപ്പോൾ 4ാമത്തെ പരിചയപ്പെടുന്നത് ഓരോന്നിലും ഓരോ മാറ്റം. അതായത് ലോപസന്ധിയിൽ ലോപിച്ചു പോകുന്നു, ആഗമസന്ധിയിൽ ഒന്ന് വരുന്നു, ആദേശസന്ധിയിലോ ഒരു വർണ്ണം വരികയും ഒരു വർണ്ണം പോവുകയും ചെയ്യുന്നു. ഇവിടെയോ ആ വർണ്ണം തന്നെ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് വേറൊരു വർണ്ണം വരുന്നില്ല. ആ വർണ്ണം തന്നെ, ഉള്ള വർണ്ണം തന്നെ ഇരട്ടിക്കുന്നതിനാണ് ദ്വിത്വസന്ധി. അതായത് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ 2 പദങ്ങൾ തമ്മിൽ, 2 ഘടകപദങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നിട്ട് സമസ്തപദായ സമയത്ത് എന്ത് സംഭവിക്കുന്നു? അതിലുള്ള ഒരു വർണ്ണം തന്നെ ഇരട്ടിക്കുന്നതിനാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പരിചയപ്പെടാം, അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പം ഒരു വർണ്ണം ഇരട്ടിക്കുക, 2 വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ
ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനാണ് ദ്വിത്വസന്ധി എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ പരിചയപ്പെടുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഈ സന്ധികളൊക്കെ തന്നെ നമുക്ക് ഉദാഹരണങ്ങളിലൂടെയാണ് കൂടുതൽ വ്യക്തത. കാരണം നമുക്കറിയാം ലോപസന്ധി നമുക്ക് മനസ്സിലാവുന്നത് തന്നെ ഉദാഹരണം ആഗമസന്ധി, ആദേശ, അല്ലാതെ ആഗമസന്ധി, ലോപസന്ധി, ആദേശസന്ധി എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഉദാഹരണങ്ങളിൽ കൂടെ തന്നെയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട മാത്സ് കണക്ക് എങ്ങനെ പഠിക്കുന്നു അതുപോലെ തന്നെയുള്ളൊരു ഇതാണ് പ്രക്രിയയാണ് മലയാളത്തിലെ വ്യാകരണത്തിലും നടക്കുന്നത്. വ്യാകരണം കുറച്ച് ഈ രീതിയിൽ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അപ്പം അടിമക്കച്ചവടം, 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 അടിമക്കച്ചവടം എങ്ങനെയാണ് പിരിച്ചെഴുതുക? അടിമ കച്ചവടം. എന്തായിരുന്നു ഇതിൻ്റെ നിയമം? ഇതിൻ്റെ നിയമം എന്താണ്? രണ്ട് പദങ്ങൾ കൂടി എന്താണ്? രണ്ട് പദങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സമസ്ത പദത്തിൽ ഏതിൻ്റെ? അടിമ കച്ചവടം, അടിമ കച്ചവടം, അടിമ ക, അടിമ ക. ഇതാ ഈ ക അല്ലേ പൂർവവും ഉത്തരവും. ഉത്തരപദത്തിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇത് കകാരം. ഈ കകാരത്തിൻ്റെ ഇരട്ടിപ്പാണ് വരുന്നത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു ഇരട്ടിപ്പ്. അധികരം അക്ഷരമല്ല, അധികരാക്ഷരമല്ല, വേറൊന്ന് വരികയല്ല, വേറൊന്ന് പോവുകയല്ല. എന്താ സംഭവിക്കുന്നത്? ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ഇരട്ടിപ്പായ അക്ഷരം ക എന്ന അക്ഷരം ഇരട്ടിക്കുകയാണ്. ഇതിനാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നതാണ് അടിമ കച്ചവടം. വഴിക്കിണർ, വഴി കിണർ എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുക? വഴി കിണറാണ്. പിരിച്ചെഴുതിയാൽ ആ പിരിച്ചെഴുതുന്ന ഘടകപദങ്ങളിൽ ഈ കകാര ഇരട്ടിക്കുന്നില്ല. ഈ കകാര ഇരട്ടിക്കുന്നത് സമസ്ത പദത്തിലാണ്. എന്ത് സംഭവിച്ചു? അത് ഇരട്ടിപ്പ്. ക വഴി കിണർ. കാലിച്ചന്ത അല്ലേ? കാലിച്ചന്ത, ചന്ത. ഇവിടെ ഇരട്ടിപ്പ് സംഭവിച്ചു. കാലി പ്ലസ് ചന്ത ആനച്ചന്തം, 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 ആനച്ചന്തം. ഖ ഇരട്ടിച്ചു, ച ഇരട്ടിച്ചു. അതേപോലെ തന്നെ ഇനി ഒട്ടേറെ പദങ്ങളുണ്ട്, അത് ഒന്നുകൂടി പരിചയപ്പെടുത്താം. കാൽച്ചിലമ്പ്, കാൽച്ചിലമ്പ്, കാൽ പ്ലസ് ചിലമ്പ്, ചിലമ്പ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. ഇതിൻ്റെ ഇരട്ടിപ്പാണ് ഇവിടെ സംഭവിക്കുക. കവിൾത്തടം, കവിൾ പ്ലസ് തടമാണ് കവിൾത്തടം. തടം, തടം, ത, ത ഇരട്ടിക്കുന്നു. വെറ്റിലത്താലം, വെറ്റില താലം, വെറ്റില താലമാണ് കൂടി ചേർന്നിട്ട് വെറ്റിലത്താലം. വെറ്റില താലം. അപ്പം കാൽച്ചിലമ്പ്, അവിടെ രണ്ട് പദങ്ങൾ കൂടി ചേർന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഈ രണ്ട് കൂടി ചേർന്നിട്ട് ഇവിടെ വരുമ്പോൾ ചേരും. ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ദ്വിത്വസന്ധി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുക അധികവും വ്യഞ്ജനാക്ഷരങ്ങളാണ്. ആ വ്യഞ്ജനാക്ഷരം ഇരട്ടിക്കുകയാണ്. നമുക്കറിയാം വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇരട്ടിക്കുക. നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളിലെ ചകാരം ഇരട്ടിച്ചു. ഈ തകാരമാണ് ഇരട്ടിച്ച് ത വ്യഞ്ജനാക്ഷരത്തിലുള്ളതാണ്. വെറ്റിലത്താലം, വെറ്റില താലം, ത ഇരട്ടിപ്പ് വന്നു. ആനച്ചന്തം നേരത്തെ പരിചയപ്പെട്ട കാലിച്ചന്ത, ആനച്ചന്തം തുടങ്ങിയ കുറേ പദങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ച ഇരട്ടിപ്പാണ്, ത ഇരട്ടിപ്പാണ്. അപ്പോൾ എന്താണ്? ഒരു പദം, ഒരു രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ സമസ്തപദമാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പദങ്ങൾ കൂടിച്ചേരുന്നതിലുള്ള എന്ത് വ്യഞ്ജനാക്ഷരം ഇരട്ടിക്കുക. അല്ലാതെ ഒന്ന് വരികയോ ഒന്ന് പോവുകയോ ഒന്നുമല്ല സംഭവിക്കുന്നത്. ഉള്ള അക്ഷരം തന്നെ ഇരട്ടിക്കുന്നു. അത് കൃത്യമായിട്ട് ഓർമ്മിക്കണം. കാരണം ആഗമസന്ധിയിൽ ഒന്ന് വരികയാണ്. ഇത് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ വരികയല്ല. ഉള്ള വ്യഞ്ജനാക്ഷരം തന്നെ എന്ത് ചെയ്യുന്നു? ഇവിടെ പിരിച്ചെഴുതിയതിലെ ഉത്തരപദത്തിലെ വ്യഞ്ജനം, ഈ ആദ്യ വ്യഞ്ജനം ഇരട്ടിക്കുകയാണ്. അങ്ങനെ ഇരട്ടിക്കുന്നതിനാണ് ദ്വിത്വസന്ധി എന്ന് മലയാളത്തിൽ
പറയുക.